ഞാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ പിന്നെ നേരെ രുക്കുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് കസിൻസും കാര്യങ്ങളെല്ലാവരും നടിച്ച് പൊളിക്കാനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് നൈറ്റും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അനിയൻകുട്ടൻ ഇന്ന് സ്കൂളിൽ പോയില്ല, പനിയായിട്ട് ഓടെ അവിടെ ഇരിപ്പുണ്ട്, കാണുന്നുണ്ടോ? അതെ, അപ്പം ഞാനന്ന് പോയിട്ട് വരാം. എൻ്റെ ചുണ്ടിലാണെങ്കിൽ എന്തോ കടിച്ചു, കണ്ടോ? ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ആകെ സങ്കടത്തിലാണ് ഗൈസ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. നല്ല ഹലോ ഗൈസ്, അടിപൊളി ചൂരക്കറി. ചൂരക്കറി അല്ലേ ചിറ്റമ്മ? അതെ. പിള്ളേര് ഹായ്, എന്തിവിടെ നാരങ്ങ ഉണ്ടാക്കിയാണ്. ഞാനും ഇപ്പൊ ഒരേ കളർ, എപ്പോ എവിടെ പോയാലും ഞങ്ങൾ പറയത്തില്ല ഞങ്ങൾ ഈ ഡ്രസ്സാണെന്നോ അല്ലെങ്കിൽ കളറാണെന്നോ. ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒത്തിരി നാൾക്ക് ശേഷം തോന്നുന്നു വരുന്നത്. വലിയ ആഘോഷമായിട്ടൊന്നുമില്ല, എന്നാലും വൈകിട്ട് നമുക്ക് ഉത്സവം കാണാം. എല്ലാവരും ഒക്കെ അവിടെ അമ്പലത്തിലൊക്കെ ഇരിക്കുകയാണ്. അവിടെ പോത്ത് കിടക്കുന്നത് കാണാൻ പറ്റുന്നൊക്കെ നേരത്തെ കാണിച്ചു. അവിടെ പോത്ത് കിടപ്പുണ്ട്, കാണാൻ പറ്റുമല്ലോ. വർഷാവർഷങ്ങൾ നടന്നു വരുന്ന ആചാരം കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ഇത് ആഴിതീണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്നിട്ട്, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം എല്ലാ വർഷവും ഞാൻ വൈകിട്ടായിരിക്കും ഉത്സവത്തിന് വരുന്നത്. ഈ വട്ടം ഞാൻ നേരത്തെ വന്നതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റി. എന്തായാലും കടലിലെ വെള്ളം എന്തോ പുണ്യാളായിട്ട് ഇങ്ങനെ എല്ലാ വീട്ടിലിങ്ങനെ കൊണ്ട് ഒഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചേട്ടൻ്റെ വൈഫ് ചേട്ടത്തി ഉണ്ടാക്കിയതാണ്, എനിക്ക് കൊണ്ടുവന്നതാണ്. അടിപൊളി ഉത്സവമൊക്കെയാണ്. എൻ്റെ പിള്ളേർ സെറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മാമൻ്റെ പിള്ളേരും ചേട്ടൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പായസമൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിറ്റൻ പറഞ്ഞ് വാ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇലയിലൊക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു. ചിറ്റമ്മയുടെ ചിക്കൻ കറി മീൻ കറി ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ, രക്ഷയില്ലാത്ത കറികളാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ചിക്കൻ കാൽ എനിക്കാണെന്ന്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ കാറ്റോളനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അവിടെ നേരെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ചേട്ടത്തെ കണ്ടു. പിന്നെ കുറച്ച് അവിടെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നപ്പോഴത്താണെങ്കിൽ വേറൊരു കാഴ്ച ഉണ്ട്. അതെന്താണെന്ന് നോക്കേ. നെല്ലിക്ക മരമാണ് ഗൈസ്. എവിടെയോ നെല്ലിക്ക ഇരിക്കുന്നവർ കാണാപോടി വയ്യ. ഇതിനു വേണ്ടി ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് എനിക്കെന്നെ അറിയാൻ വയ്യ. ഞാനെല്ലാം കേട്ടുകൊണ്ട് വെച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വേറെ കുടുംബശ്രീയും കൂടെ പിള്ളേരൊക്കെ എന്തൊക്കെയോ ഇരുന്ന് കാണുന്നു. എന്തുവാ കാണുന്ന എല്ലാവരും കൂടെ ഇരുന്നങ്ങ് അനങ്ങുന്ന ഓടിയില്ല. ഇതാണ് കേസ് എന്റെ വല്യച്ഛൻ. പടം കണ്ടാ ഞെട്ടു. ആരെങ്കിലും കൂടെ എടുപ്പിക്കാറ്. അങ്ങനെ വല്യച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നോട് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആഗ്രഹം സാധിച്ചു കൊടുത്തു. നേരെ പിന്നെ നമ്മൾ വീണ്ടും കറങ്ങാൻ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയി എന്തൊക്കെയായെന്ന് അറിയണ്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ. വൈകിട്ടത്തേക്ക് വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റായോ എന്നറിയാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചേച്ചി കണ്ടു. ചേച്ചി അടിച്ചുകൊണ്ടിരുന്ന അതൊക്കെ പിടിച്ച് ഞാൻ മേടിച്ച് കുറച്ചേരം ഞാനൊന്ന് ഷോ കാണിച്ചു നോക്കിയാണ്. പക്ഷെ കൈക്കുളങ്ങ് എന്തോ ഭാഗ്യം. ഒന്നും കേക്കത്തില്ല. അത് പോയി, അപ്പോഴേ പോയത്. സുമംഗോപാന്റെ ആയിരുന്നു. എനിക്ക് ഋതുവിനെ കാണാൻ പറ്റും. ഇതാണ് ഈ അമ്പലം കണ്ടോ? അതിന്റെ തല ഇതാണ് ചേനമത്തമ്പലം. ഇവിടെയാണ് ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞങ്ങള്
എവിടേക്കോ അതാണ് ഞങ്ങൾ അമ്പലം. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ഡാൻസും പിന്നെ അവിടെ ഇവിടെ ഒക്കെ എവിടെയാണ് നോക്കാൻ പോയി. ഇപ്പൊ നോക്കി എടേ ഇനി എന്നെ ഞാൻ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതാ ചെളി ചെളി അതാണ് പച്ച നെല്ല്, ഇതാണ് പഴുത്ത നെല്ല്. ഉണക്കനെല്ല്. ആർക്കും അറിയത്തില്ല. ആ, നെല്ല്. ഞാൻ എപ്പോഴും ഒരു ഇതിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിന്നോക്കട്ടെ നോക്കട്ടെ. നെല്ലുണ്ട്, നല്ല വിളഞ്ഞ നെല്ലാണ്. കണ്ടോ? മുമ്പ് ഇവിടെ ഇതെല്ലാം കൊയ്തതിന് ശേഷമാണ് ഇവിടുത്തെ ഉത്സവം. പക്ഷെ ഇപ്പം നേരത്തെ വിളവെടുപ്പിന്റെ സമയം മാറ്റിയെന്ന് തോന്നുന്നു. നമ്മളെ വെല്ലുവിള് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കും. എന്താണെന്ന് പറഞ്ഞോട്. പിന്നെയും ചെയ്യാം. മോള് പറഞ്ഞതൊക്കെ എല്ലാം ചെയ്യണം കേട്ടോ. വീട് അതാണ് ഞങ്ങളെ വീട്. ഇവിടെ അത് അമ്പലമാ. മേറ്റ് അത് ചായ കുടിക്കാൻ വിളിക്കുന്നത് ഗൈസ്. വീരാതെ വരണേ. അയ്യോ ജിമ്മി പോകുന്നോട്ടെ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം സമയത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്കായാലും ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും എല്ലാവരും കൂടെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്ന് കളിച്ച് റോഡിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങള് അത് കളിച്ചു. ആ തിരുവാതിരയും പ്രോഗ്രാമൊക്കെ പണ്ടൊക്കെ ഇവിടെ ഭയങ്കര ആളാ. ഇവിടെ കുതിരയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ ഇവിടെ വെച്ചാൽ ഞാൻ പറയാം. ഇവിടെ വെച്ചാൽ ഞങ്ങള് ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ പോകാൻ ഭയങ്കര കരച്ചിലാണ് ഞങ്ങൾ. അത്രയ്ക്ക് ഇഷ്ടമാണ് ചാത്തന്നൂർ. ഇപ്പോഴും അങ്ങനെ തന്നെ. എപ്പോൾ വന്നാലും പോകാൻ ഭയങ്കര മടിയാ. എന്താണെന്നറിയില്ലേ, ഹരിതാവും പച്ചപ്പും കണ്ടിട്ട് ഇതാണെന്ന് തോന്നുന്നു. എന്റെ കൂടെ സുമതിച്ചാണെങ്കിൽ പണിയെടുക്കാതെ എങ്ങനെ ഇവിടെ നിൽക്കുക ഇങ്ങനെ കറങ്ങി നടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ ആൾക്കാർ മര്യാദയ്ക്ക് പണിയെടുക്കടി എന്നും പറഞ്ഞ് സാധനങ്ങൾ കൊണ്ട് കൊടുത്തത്. അപ്പോഴാണ് നമ്മൾ സ്വന്തം ഗ്രാമം വണ്ടി വന്നത്. ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത് ലൈറ്റൊക്കെ അടിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ടാറ്റൊക്കെ തന്നത്. ഞങ്ങൾ എപ്പോൾ പോയാലും ഗ്രാമ വണ്ടിക്ക് ടാറ്റ കൊടുക്കാറുണ്ട്. കാർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കാണ് അപ്പച്ചി ഇരിക്കുന്നുണ്ടത്. പിന്നെ അപ്പച്ചിയുടെ നിന്ന് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തൊരുമയൊക്കെ ആയിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കാണ് വീണ്ടും എൻ്റെ അടുത്ത് അപ്പച്ചി വന്നത്. പിന്നെ അവരെൻ്റെ അനിയത്തിമാരെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ വൈകിട്ടായി നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവരെയും വീണ്ടും കണ്ടവരെ തന്നെ വീണ്ടും വീണ്ടും കണ്ടു. പിന്നെ കുറച്ച് വിളക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ യാമൂസ്, എൻ്റെ കസിൻ്റെ മോളാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇതും പിന്നെ എൻ്റെ വേറൊരു അപ്പച്ചിയാണ്. ഇതെൻ്റെ വല്യമ്മയാണ്. മൊത്തം എനിക്ക് ഒരുപാട് അപ്പച്ചിമാരുണ്ട്. എന്ത് ചെയ്യാനാണില്ലേ. പിന്നെ കൈകൊട്ടിക്കളിയും തിരുവാതിരയും പിന്നെ വേറെ എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ടായിരുന്നു. രുക്കുവിൻ്റെ ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിരയ്ക്ക്. ആ ചേച്ചിമാരും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഭയങ്കര കമ്പനിയാണ്. നല്ല കാര്യമുള്ള ചേച്ചിയും അനിയത്തിമാരുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെയൊക്കെ. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ലെങ്കിലും പിന്നെ എനിക്ക് കേട്ട് എനിക്ക് ഉരുക്ക് എപ്പോഴും പറയാവുന്നതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ എല്ലാവരെയും നല്ലതുപോലെ അറിയാം. പിന്നെ ഇതെല്ലാം എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ. ചേച്ചിമാർ പിന്നെ കൂടെ വാവക്കുഞ്ഞുണ്ട്. പിന്നെ ബാക്കിൽ നിൽക്കുന്നതാണ് നിങ്ങളാരും വീഡിയോസിൽ കണ്ടിട്ടില്ല, എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇത് നമ്മുടെ രുക്കുവിൻ്റെ കൂട്ടുകാരുടെ അനിയത്തിയാണ് കേട്ടോ. കൂട്ടുകാരാണെങ്കിൽ തിരുവാരിക്കൊണ്ടാണ് തന്നെ നമ്മളുടെ കമ്പനി കൊണ്ടാൻ വേണ്ടി അവിടെ നിന്നായിരുന്നു. നമ്മൾ വീഡിയോസിൽ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അതിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ നേരെ പോയത് എൻ്റെ ഡ്രസ്സ് കാണിക്കാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ സ്റ്റിച്ച് ചെയ്ത് ഞാൻ സ്ഥിരം കൊടുക്കുന്നിടത്ത് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ നമ്മൾ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വീണ്ടും പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് നമ്മളുടെ ഒരു അനിയൻ്റെ അച്ഛനെയും മോളെയും കണ്ടത്. അവിടെ എനിക്ക് ഓരോരുത്തർ അറിയത്തില്ലെങ്കിൽ രുക്കിനെ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഓരോരുത്തർ പരിചയപ്പെട്ടിരിക്കുന്നത് എൻ്റെ വല്യമ്മയെ കണ്ടത്. വല്യമ്മ എന്തൊക്കെയോ ഇരുന്ന് കൊട്ടേഷൻ അടിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയത്തില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഗ്യാങ്ങിനെ കണ്ടത്. ഇതാണ് എൻ്റെ കസിൻ.
ഉടൻ തന്നെ ആരംഭിക്കും. എല്ലാ ഭക്ഷണങ്ങളും ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് സൗകര്യപ്രദമായ ഞങ്ങളെ കുഞ്ഞുവാവ ഉള്ളതാണ്. സ്ഥലം ഒരുക്കി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുക. ഞങ്ങൾ വാവ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. ഇതാണ് എൻ്റെ കസിൻസ് കാർത്തി, വാവ, ഞങ്ങൾ ചേട്ടൻ മാർച്ചേട്ടൻ്റെ വീട്ടിൽ. ഇത് ഞങ്ങൾ ഇക്കയാണ് കേട്ടോ. വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോ ഇതാണ്. അതിലാണെങ്കിൽ അതിനൊപ്പം നമ്മൾ കാർത്തിയാണെങ്കിൽ ഇവരെവിടെ വന്നാലും വീഡിയോസ് ആണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും മാറാൻ നോക്കിയാണ്. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ മോളാണ് വാവൂസ് കേട്ടോ. പിന്നെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ രുക്കുവിൻ്റെ അവരുടെ തിരുവാതിര ആയിരുന്നു. നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വീണ്ടും വേറൊരു സെക്ഷൻ തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു കളർഫുൾ ആയിരുന്നു എല്ലാം കൊണ്ടും. പിന്നെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ആ റോഡിൽ നിന്നുകൊണ്ട്. ഈ വട്ടത്തെ ഉത്സവം ചെറുതാണെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് വെളിയിലായി പോയി താക്കോൽ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ചേച്ചിയാണ്. ദൈവമേ, ഈ വീഡിയോസ് ഞങ്ങൾ തന്നെ കാണണല്ലോ എന്ന് ആലോചിച്ച് ചേച്ചി ഇങ്ങനെ ദുഃഖിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. കുടുംബക്കാരുണ്ട്. ഞങ്ങളവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മാളുവിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കസിൻസും ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും മാളുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഉത്സവം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതിന് ഫുഡ് കഴിക്കണം. സിപ്പപ്പ് കൂടി ഇരിപ്പുണ്ടായിരുന്നു, അത് കുടിച്ച് നല്ല ക്ഷീണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.